മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു. നാളെ നടപ്പാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. മനുഷ്യത്വം നോക്കിയാണ് ഇടപെട്ടതെന്ന് കാന്തപുരം. ആശ്വാസ വാർത്തയെന്ന് നിമിഷയുടെ കുടുംബം. ആക്സിയം 4 ദൗത്യം വിജയം. ശുഭാംശുവും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തി. ബഹിരാകാശ നിലയത്തിൽ ദൗത്യം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല. നേട്ടം പ്രചോദനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആനന്ദക്കണ്ണീരോടെ കുടുംബം. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം. കുഞ്ഞിന്റെ സംസ്കാരം മാറ്റിവെച്ചു. നടപടി വിഭജികയുടെ കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്ന്. കേരള യൂണിവേഴ്സിറ്റിയിൽ VC രജിസ്ട്രാർ പോര് പുതിയ തലത്തിലേക്ക്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകേണ്ട എന്ന് സെക്യൂരിറ്റി ഓഫീസർക്ക് VCയുടെ നിർദ്ദേശം. കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഓൺലൈൻ ടാക്സികൾക്കായി ഏകീകൃത കൂലിയും യാത്രക്കാർക്ക് പരിരക്ഷയും ഉറപ്പാക്കുന്ന നയം നടപ്പാക്കാൻ സർക്കാർ. ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്കും കമ്മീഷണർക്കും ചുമതല. അമൃത ന്യൂസ് ഇംപാക്ട്. വാർത്തകൾ വിശദമായി നോക്കാം. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെന്ന് കേന്ദ്ര സർക്കാർ. ദിയാധനം നൽകി നിമിഷപ്രിയയെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഇതോടെ തുടരാൻ സാധിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്നുള്ള വാർത്തയ്ക്കായാണ് കേരളം കാത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകൾക്ക് പരിമിതിയുള്ള രാജ്യമാണ് യമൻ. പ്രത്യേകിച്ചും ഈ കേസിനാസ്പദമായ സംഭവം നടന്നതും ഇപ്പോൾ നിയമ നടപടികൾ നടക്കുന്നതുമായ പ്രദേശം യമനിലെ വിമതപക്ഷമായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. എങ്കിലും സൗദി അറേബ്യയിൽ നിന്നുള്ള ഇന്ത്യൻ നയതന്ത്ര സംവിധാനത്തിന്റെ ശ്രമവും ഒപ്പം മരണപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള മറ്റു ചില ഇടപെടലുകളുമാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന തലത്തിലേക്ക് എത്തിയതിന്റെ കാരണം. ആഗോള മുസ്ലിം സമൂഹത്തിൽ സ്വാധീനമുള്ള ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ബന്ധങ്ങൾ ഈ കാര്യത്തിൽ സഹായം ചെയ്തിട്ടുണ്ട്. ദിയാധനം അഥവാ ബ്ലഡ് മണി നൽകിക്കൊണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്കെത്താൻ അതിനായുള്ള ശ്രമങ്ങൾ തുടരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെയും അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിന്റെയും ഒപ്പം അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്ര സമൂഹത്തിന്റെയും ഒക്കെ അനുമതിയും അവരുടെ വൈകാരികമായ അവസ്ഥയുമൊക്കെ ഈ കേസിൽ നിർണായകമാണ്. ഇത്തരം വിഷയങ്ങളെ കൂടി ആശ്രയിച്ചാണ് യമനിൽ നിയമങ്ങൾ നടപ്പാക്കുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് നീട്ടിവെച്ചിരിക്കുന്നു എന്നത് തീർച്ചയായും ആശ്വാസകരമായ കാര്യമാണ്. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടപെടൽ ഫലപ്രാപ്തിയിലേക്ക്. നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചു. മനുഷ്യത്വം നോക്കിയാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് കാന്തപുരം പ്രതികരിച്ചു. ഇടപെടലിനെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചെന്നും കാന്തപുരം പറഞ്ഞു. നിമിഷപ്രിയയുടെ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെച്ചത് സംബന്ധിച്ച് യമൻ അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മനുഷ്യത്വം നോക്കിയാണ് വിഷയത്തിൽ ഇടപെട്ടത്. തങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും കാന്തപുരം പറഞ്ഞു. യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ. യമനിലെ പണ്ഡിതന്മാരുമായി ഇടപെടാൻ സാധിച്ചപ്പോൾ ഇസ്ലാമിക നിയമമനുസരിച്ച് പ്രായശ്ചിത്തത്തിന് അവസരമുണ്ട് എന്നാണ് അറിയിച്ചത്. ഈ കുറ്റത്തിൽ നിന്ന് നഷ്ടപരിഹാരമായി കാശ് വാങ്ങി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ MLAയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് കാന്തപുരം വിഷയത്തിൽ ഇടപെട്ടത്. കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥന പ്രകാരം യമനിലെ പ്രമുഖ പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിനു ഹഫീള് വിഷയത്തിൽ ഇടപെട്ടു. കാന്തപുരത്തിന്റെ ഇടപെടലിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തി. തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും കാന്തപുരത്തിന്റെ ശക്തമായ ഇടപെടൽ ഏറെ നിർണായകമായെന്നും നിമിഷയുടെ ഭർത്താവ് ടോമിയും പ്രതികരിച്ചു. 2017 ജൂലൈയിൽ യമൻ പൗരനായ തലാലിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് 38-കാരിയായ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്.
2020 യമൻ കോടതിയാണ് നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചത്. പിന്നീട് 2023 നവംബറിൽ രാജ്യത്തെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷയുടെ അപ്പീൽ തള്ളുകയായിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ് നിലവിൽ നിമിഷപ്രിയ കഴിയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ നിർണായക നീക്കങ്ങൾ നടത്തിയത് സൂഫി വര്യനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീർ. കാന്തപുരത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ഇടപെട്ടത്. ലോകത്ത് തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഇസ്ലാം പണ്ഡിതനാണ് അദ്ദേഹം. സയ്യിദ് അലവി മാലിക്കി മക്കയ്ക്ക് ശേഷം ആഗോള സുന്നി മുസ്ലിങ്ങൾ ഏറെ ആദരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീർ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഷെയ്ഖ് ഹബീബിനെ ഫോണിൽ വിളിച്ചാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചത്. ഷെയ്ഖ് ഹമീദ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു സൂഫി വര്യന്റെ മകൻ യമനിലെ ദമാറിലെത്തി തലാലിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. ആ ഇടപെടലാണ് ഫലം കണ്ടത്. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന് ലോകത്തിന്റെ പലയിടങ്ങളിലായി അനുയായികളുണ്ട്. തന്റെ സ്വദേശമായ യമനിലെ താരിമിൽ സ്ഥാപിച്ച ദാറുൽ മുസ്തഫ എന്ന ഇസ്ലാമിക സർവകലാശാല കേന്ദ്രീകരിച്ച് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഷെയ്ഖിന്റെ ശിഷ്യന്മാരാണ് 50ഓളം രാജ്യങ്ങളിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ലോക പ്രശസ്ത പണ്ഡിതരും തത്വചിന്തകരും എഴുത്തുകാരും ഉൾപ്പെടുന്ന വലിയൊരു ശിഷ്യനിര അദ്ദേഹത്തിനുണ്ട്. 70ഓളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ നിലവിൽ ദാറുൽ മുസ്തഫയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ശിഷ്യൻ ഹബീബ് അലി ജിഫ്രി സ്ഥാപിച്ച ത്വാബ ഫൗണ്ടേഷൻ സാമൂഹ്യശാസ്ത്രത്തിലും തത്വചിന്തയിലുമായി നടത്തിയ പഠനങ്ങൾ ആധുനിക സമൂഹത്തിലെ ഇസ്ലാമിക പ്രബോധന മേഖലയിൽ മികച്ച സംഭാവന നൽകുന്നു. വർത്തമാന മുസ്ലിം സമൂഹത്തിലെ എല്ലാ സുന്നിധാരകളും ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീറിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. IS, അൽ ഖ്വയ്ദ പോലുള്ള അതിതീവ്ര ഗ്രൂപ്പുകളും അവരുടെ ആശയ സ്വാധീനമുള്ളവരും മാത്രമാണ് ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന ലോക മുസ്ലിം നേതാവിനെ അംഗീകരിക്കാത്തവർ. ഭീകരവാദ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടയാളാണ് ഈ സൂഫി വര്യൻ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തുടങ്ങിയ മലയാളി പണ്ഡിതരുമായി ആത്മബന്ധം പുലർത്തുന്ന ഷെയ്ഖ് ഹബീബ് ഉമർ പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മലപ്പുറം മഅ്ദിൻ അക്കാദമിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യമായി ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത്. മർക്കസ് നോളജ് സിറ്റിയിലെ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ഷെയ്ഖ് ഹബീബ് ഉമർ ആയിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അസുഖബാധിതനായപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു ഷെയ്ഖ് ഹബീബ് ഉമർ അവസാനമായി ഇന്ത്യയിലെത്തിയത്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യത്വവും സാഹോദര്യവും തുളുമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തീരുമാനം. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനിടയാക്കിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിലിനെയും മുഖ്യമന്ത്രി പരാമർശിച്ചു. നിമിഷപ്രിയ തിരിച്ചു വരുമെന്നാണ് വിശ്വാസമെന്ന് ചാണ്ടി ഉമ്മൻ. കൂട്ടായ പരിശ്രമമാണ് വിജയം കാണുന്നത്. ഗവർണർ ഉൾപ്പെടെ എല്ലാവരും ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓർഡർ അവിടെ നിന്ന് കിട്ടുവാൻ, അല്ലെങ്കിൽ താൽക്കാലമെങ്കിലും ഇത് നീട്ടിവെക്കുന്ന ഒരു ഓർഡർ കിട്ടുവാൻ സാധിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യം. പക്ഷെ ഇതിനെ അടുത്ത തലത്തിൽ കൊണ്ടുപോയി ആ കുടുംബവുമായി ചർച്ച, ഈ സാജൻ ഈ കുടുംബമായിട്ട് പല ദിവസങ്ങളായി ചർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ വിട്ടു പറയുന്നില്ല. കാരണം നമുക്ക് ഈ കാര്യത്തിൽ കെയർഫുൾ ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ആവശ്യം. ആ കെയർഫുൾ മൂവ്മെന്റ്സിന് ചിലപ്പോൾ ഒത്തിരി എക്സ്പോഷറും നല്ലതായിരിക്കില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ ഗ്രേസ് പേടകം ഇറങ്ങി. 18 ദിവസം നീണ്ട ഗവേഷണം പൂർത്തിയാക്കിയാണ് 4-അംഗ സംഘം മടങ്ങിയെത്തിയത്. You can see the ocean there. Dragon is about to touch down in just a few seconds here. ആക്സിയം 4 ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ഭൂമിയിലിറങ്ങി. മടക്കം തത്സമയം വീക്ഷിക്കുകയായിരുന്നു ശുഭാംശുവിന്റെ കുടുംബം. പേടകം ഭൂമി തൊട്ട നിമിഷം വികാരനിർഭരം.
उनका मतलब आभार प्रकट करते हैं जिन्होंने हमारे बच्चे को आशीर्वाद दिया और मिशन पूरा हुआ, उसके लिए सबको हम आभार प्रकट करते हैं। और साथ में आप लोगों का भी धन्यवाद, जो आप लोगों ने इतना जो है इतना सबको दिखाया, पूरी मेहनत की, दुनिया को दिखाया कि कैसे गया और कैसे आया बेटा, मतलब पूरा आप लोगों ने दिखाया। इसके लिए आप सबको बहुत बहुत धन्यवाद। बहुत प्राउड मोमेंट है हमारे देश के लिए भी और पूरे नेशन, मेरे लिए एंड पूरे नेशन के लिए ऑफ कोर्स। പേടകത്തിന്റെ വാതിൽ തുറന്നപ്പോൾ ആദ്യം പുറത്തിറങ്ങിയത് പെഗ്ഗി വിറ്റ്സൺ, രണ്ടാമനായി ശുഭാംശുവും. അഭിമാനത്തോടെ ഭാരതീയർ അത് കണ്ട് കൈയടിച്ചു. മിഷൻ പൈലറ്റായിരുന്നു ശുഭാംശു. ബഹിരാകാശ നിലയത്തിൽ ദൗത്യം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 22 മണിക്കൂറിലധികം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശുഭാംശു ശുക്ലയും സംഘവും സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തിയത്. ഇനി ശുഭാംശുവും സംഘാംഗങ്ങളും ജോൺസൺ സ്പേസ് സെന്ററിൽ 7 ദിവസം നിരീക്ഷണത്തിൽ കഴിയണം. ഭൂഗുരുത്വവുമായി പൊരുത്തപ്പെടുന്നതിനായി 7 ദിവസം ഇവർ അവിടെയായിരിക്കും. മൈക്രോഗ്രാവിറ്റി പരിസ്ഥിതിയിൽ 18 ദിവസം കഴിഞ്ഞ ശുഭാംശുവിന്റെ ആരോഗ്യനില നിരീക്ഷിക്കാനായി ISROയുടെ സംഘവും US-ലെത്തിയിട്ടുണ്ട്. ജൂൺ 26-നാണ് ആക്സിയം 4 ദൗത്യം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ആരംഭിച്ചത്. 14 ദിവസത്തെ ദൗത്യത്തിന് പോയ സംഘം 18 ദിവസം നിലയത്തിൽ താമസിച്ചു. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പോ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 60 പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയാണ് സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. ഇതിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ മുളപ്പിക്കൽ പരീക്ഷണവും ഉൾപ്പെടുന്നു. വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായ സാമ്പിളുകളടക്കം 236 കിലോഗ്രാം കാർഗോ ഗ്രീസിൽ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന നിലയിൽ ശുഭാംശുവിന്റെ അർപ്പണബോധവും ധീരതയും കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രചോദനമായെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇത് നമ്മുടെ സ്വന്തം മനുഷ്യ ബഹിരാകാശ യാത്ര ദൗത്യമായ ഗഗൻയാനിലേക്കുള്ള മറ്റൊരു നാഴികക്കല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓൺലൈൻ ടാക്സികൾക്കായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ അഗ്രഗേറ്റർ നയം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു. ലൈസൻസിംഗ് അതോറിറ്റിയായി ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും അതോറിറ്റിയായി ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെയും നിയമിച്ച് ലൈസൻസിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി. നയം പുറത്തിറക്കി 1 വർഷം പിന്നിടുമ്പോൾ അത് പ്രാബല്യത്തിൽ വരാത്തതിനെതിരെ അമൃത ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമില്ലാത്ത ഓൺലൈൻ ടാക്സികളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവരുടെ ആശങ്കയും ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ വേതനം സംബന്ധിച്ചുള്ള ആകുലതയും വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഓൺലൈൻ ടാക്സികൾക്കായി 15 മാസം മുമ്പ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ അഗ്രഗേറ്റർ നയം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും ഇവരുടെ ആശങ്ക അകറ്റണമെന്നുമായിരുന്നു ആവശ്യം. വാർത്തയ്ക്ക് പിന്നാലെയാണ് സർക്കാർ ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചത്. ലൈസൻസിംഗ് അതോറിറ്റിയായി ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും അതോറിറ്റിയായി ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെയും നിയമിച്ച് ലൈസൻസിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി. ഒരു അപേക്ഷയാണ് നിലവിൽ ഇതുവരെ വന്നിട്ടുള്ളത്. അത് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ബോർഡിൽ വെച്ചിരിക്കുകയാണ്. അതേസമയം അഗ്രഗേറ്റർ നയം പ്രാബല്യത്തിൽ വരാനുള്ള നടപടികൾ ആരംഭിച്ചതോടെ ഇനി തങ്ങൾക്ക് നിയമപരിരക്ഷ കിട്ടുമെന്ന ആശ്വാസത്തിലാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും യാത്രക്കാരും. കമ്പനികൾക്ക് ലൈസൻസ് വേണമെന്ന ആവശ്യവുമായി കോഴിക്കോട് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഹൈക്കോടതി സമീപിച്ചതിനെ തുടർന്നാണ് 2024 ഒക്ടോബർ 8-ന് സംസ്ഥാന സർക്കാർ ഓൺലൈൻ ടാക്സികൾക്കായി അഗ്രഗേറ്റർ നയം പുറത്തിറക്കിയത്. എന്നാൽ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നില്ല എന്നതായിരുന്നു ഡ്രൈവർമാരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയായിരുന്നു യൂണിയൻ. ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലായി 20,000 ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ ഓടുന്നുണ്ടെന്നാണ് കണക്ക്. ഊബർ, ഓല, കേരള സവാരി, ജുബ്നോ തുടങ്ങിയവയാണ് പ്രധാനമായും സർവീസ് നടത്തുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരള യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് പുതിയ തലത്തിലേക്ക്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകേണ്ട എന്ന VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സസ്പെൻഡ് ചെയ്തതിന് ശേഷം അനിൽകുമാർ വഴിയെത്തുന്ന ഫയലുകൾ തിരികെ അയക്കുന്നതിന് പിന്നാലെയാണ് വൈസ് ചാൻസലറുടെ പുതിയ നീക്കം.
കേരള യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് കൂടുതൽ ശക്തമാവുകയാണ്. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകേണ്ടതില്ലെന്ന നിർദ്ദേശമാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ സെക്യൂരിറ്റി ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത്. താക്കോൽ തിരികെ വാങ്ങി സർവകലാശാല ഗ്യാരേജിൽ വാഹനമിടാനാണ് നിർദ്ദേശം. സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ അധികാര വടംവലിയും ഇതോടെ രൂക്ഷമായേക്കും. രജിസ്ട്രാർ KS അനിൽകുമാറിനെ മാറ്റി ചുമതല മിനി കാപ്പന് വൈസ് ചാൻസലർ നൽകിയിരുന്നു. അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് ഇടപെട്ട് പിൻവലിച്ചതോടെയാണ് വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ഏറ്റുമുട്ടൽ രൂക്ഷമായത്. വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ SFIയും സിൻഡിക്കേറ്റും പ്രതിഷേധം തുടരുകയാണ്. സിൻഡിക്കേറ്റ് തീരുമാനം മറികടന്ന് യൂണിവേഴ്സിറ്റി ഫയലുകൾ ഒന്നും രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് അയക്കേണ്ടതില്ലെന്നും അനിൽകുമാറിനെ ഓഫീസിൽ കയറ്റരുതെന്നും വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് മറികടന്ന് അനിൽകുമാർ ഓഫീസിൽ എത്തിയതോടെയാണ് ഔദ്യോഗിക വാഹനം നൽകേണ്ടതില്ലെന്ന പുതിയ നിർദ്ദേശം വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി നാളത്തേക്ക് മാറ്റി. സർക്കാർ നയമല്ല, നടപ്പിലാക്കിയ രീതിയാണ് പ്രശ്നമെന്ന് സുപ്രീംകോടതി. കേരളം ഹർജി നൽകുമോ എന്ന് കോടതി ആരാഞ്ഞു. സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ട് എന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിച്ച മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയെ അറിയിച്ചത്. വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ വാദിച്ചു. ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പ്രവേശന നടപടികളെ ബാധിക്കുന്ന നടപടി എടുക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും കോടതി പരിഗണിക്കും. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കൊല്ലം സ്വദേശിനി വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം പിതാവായ നിതീഷിന് വിട്ടു നൽകിയിരുന്നു. ഇന്ന് തന്നെ ഷാർജയിൽ കുഞ്ഞിന്റെ സംസ്കാരം നടക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വിഭജികയുടെ കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്ന് സംസ്കാരം മാറ്റിവെച്ചു. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിഭജികയുടെ അമ്മ ഷാർജയിലെത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടു നൽകിയ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ ഷാർജയിൽ സംസ്കരിക്കുമെന്ന് വിഭജികയുടെ ഭർത്താവായ നിതീഷ് അറിയിച്ചു. ഇത് സാധ്യമല്ലെന്നും അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്നും കാട്ടി വിഭജികയുടെ അമ്മ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെയും നാട്ടിലെ ജനപ്രതിനിധികൾ വഴി കേന്ദ്ര സർക്കാരിനെയും ബന്ധപ്പെടുകയായിരുന്നു. ഇന്ന് വൈകിട്ട് UAE സമയം 4 മണിക്ക് കുഞ്ഞിന്റെ സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചത്. നാട്ടിൽ കൊണ്ടുപോകണം എന്നേ ആവശ്യമുള്ളൂ എന്നും കുഞ്ഞിന്റെ സംസ്കാരം നിതീഷിന്റെ വീട്ടിൽ നടത്തിയാലും പരാതിയില്ലെന്ന് ഷാർജയിൽ മാധ്യമങ്ങളെ കണ്ട വിഭജികയുടെ അമ്മ ശൈലജ പറഞ്ഞു. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ, ഇത് രണ്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതല്ല, ഇനി അവന് രണ്ടിടത്ത് സംസ്കരിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. അവർ ജനിച്ച മണ്ണിൽ കൊണ്ടുവരട്ടെ, അത്രയും മാത്രമേ ഉള്ളൂ. തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അടക്കം കർശനമായ ഇടപെടൽ ഉണ്ടായതോടെയാണ് കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്താനുള്ള നിതീഷിന്റെ നീക്കം തടയപ്പെട്ടത്. വിഷയത്തിൽ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് നിതീഷിനെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്നും സംസ്കരിക്കാനായി ഷാർജയിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും വഴിയാണ് കോൺസുലേറ്റിന്റെ ഇടപെടൽ ഉണ്ടായത്. നിതീഷ് ആവശ്യത്തിൽ നിന്ന് പിന്മാറുമെന്നും വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുമുള്ള പ്രതീക്ഷയിലാണ് വിഭജികയുടെ അമ്മ ശൈലജയും കുടുംബാംഗങ്ങളും. വിഭജികയുടെ സഹോദരൻ ഇന്ന് രാത്രി കാനഡയിൽ നിന്നും ഷാർജയിൽ എത്തുന്നുണ്ട്. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ഷാർജ. കുവൈറ്റിൽ ഓഹരി വിപണിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി ഇടപാടുകൾ നടത്തുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികളാണ് നിലവിലുള്ളത്. ഈ കമ്പനികളുടെ തട്ടിപ്പിന് ഇരകളാകരുതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പ്രവാസികൾക്കും മുന്നറിയിപ്പ് നൽകി. ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്നതിന് ലൈസൻസ് അനുവദിച്ച കമ്പനികളുടെ പട്ടിക ക്യാപിറ്റൽ മാർക്കറ്റ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇവ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ എന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രധാന ടെർമിനലുകളിൽ ആരോഗ്യ മന്ത്രാലയം 20 ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ കാർഡിയാക്
ബ്രില്ലേറ്റർ സ്ഥാപിച്ചു. പൊതുജന ആരോഗ്യ മേഖലയുടെ മേൽനോട്ടത്തിൽ വിമാനത്താവളത്തിലെ 1, 4, 5 ടെർമിനലുകളും ആരോഗ്യ കേന്ദ്രത്തിലും AED ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് പറഞ്ഞു. ഹൃദയമിടിപ്പ് അപകടകരമാം വിധം അസാധാരണമാകുമ്പോൾ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യത്തിൽ സാധാരണ ഹൃദയമിടിപ്പ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണിത്. സാധാരണക്കാർക്ക് മെഡിക്കൽ പരിശീലനം ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് ഹൃദയാഘാതം അനുഭവപ്പെടുന്നവരെ സഹായിക്കാൻ ഈ ഉപകരണം വഴി സാധ്യമാകും. കുവൈറ്റിൽ നാളെ വേനൽക്കാലത്തിന്റെ മധ്യബിന്ദുവാണെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ. ചൂട് വർദ്ധിക്കുന്നതും പകൽ സമയം കുറയുന്നതും വരുന്ന 13 ദിവസത്തെ കാലയളവായ രണ്ടാം ജമനിയുടെ ആരംഭത്തോടൊപ്പമാണ്. പരമ്പരാഗതമായി സമ്മർ സൈലോറോ എന്നറിയപ്പെടുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്ത് ചൂടുള്ളതും വരണ്ടതുമായ കാറ്റുകൾ അനുഭവപ്പെടുന്നു. ഇതിനെ പലപ്പോഴും വിഷക്കാറ്റെന്നും വിളിക്കാറുണ്ട്. പകൽ സമയം ഇപ്പോൾ കുറയാൻ തുടങ്ങുമെന്നും രാത്രി സമയം ക്രമേണ വർദ്ധിക്കുമെന്നും സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ വർഷം ജൂൺ മാസത്തിൽ സൗദിയിൽ പണപ്പെരുപ്പം 2.3% ഉയർന്നതായി സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. മെയ് മാസത്തിൽ 2.2% രാജ്യത്തെ പണപ്പെരുപ്പം. ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് മെയ്യിൽ പണപ്പെരുപ്പം 1% തോതിൽ കുറഞ്ഞിരുന്നു. ഏപ്രിൽ 2.3% പണപ്പെരുപ്പം. പാർപ്പിട വാടക, വൈദ്യുതി, ജല, ഭക്ഷ്യവസ്തു, ഇന്ധന വിലയിലെ വർധനയുടെ വേഗത മന്ദഗതിയിലായെങ്കിലും ഗതാഗത, വ്യക്തിഗത, ചരക്ക് സേവന, ഫർണിച്ചർ വിഭാഗങ്ങളിൽ വില ഉയർന്നതായാണ് പണപ്പെരുപ്പം വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സൗദിയിലെ നജ്റാൻ നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് വേശ്യാവൃത്തി നടത്തിയ 7 വിദേശ യുവതികൾ ഉൾപ്പെടെ 12 അംഗ സംഘത്തെ നജ്റാൻ പോലീസിലെ പ്രത്യേക ദൗത്യസേനയും സാമൂഹിക സുരക്ഷാ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവും സഹകരിച്ച് അറസ്റ്റ് ചെയ്തു. പ്രതികളെല്ലാവരും വിദേശികളാണ്. ഏത് രാജ്യക്കാരാണ് എന്നത് വ്യക്തമല്ല. നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി പ്രതികൾക്കെതിരായ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു. സൗദിയിൽ വാഹനം ട്രാക്ക് മാറ്റുമ്പോൾ ടേൺ സിഗ്നൽ ഉപയോഗിക്കാതിരിക്കുന്നത് രാജ്യത്ത് ഗതാഗത നിയമലംഘനമായി കാണുമെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, ഓവർടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാക്ക് മാറ്റുമ്പോൾ ടേൺ സിഗ്നൽ ഉപയോഗിക്കാതിരുന്നാൽ 150 മുതൽ 300 റിയാൽ വരെ പിഴ ഈടാക്കും. ടേൺ സിഗ്നൽ ഉപയോഗിക്കുന്നത് ഗതാഗത സുരക്ഷ ഉറപ്പാക്കാനും കൂട്ടിയിടി അപകടങ്ങൾ തടയാനും സഹായിക്കുമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു. കുവൈറ്റിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് കടുത്ത പിഴകളും ശിക്ഷകളും ഏർപ്പെടുത്തിയതിനു ശേഷം റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി റിപ്പോർട്ട്. 2025 ഏപ്രിൽ 22 പ്രാബല്യത്തിൽ വന്ന പുതിയ ഗതാഗത നിയമമാണ് ഈ മാറ്റത്തിന് പിന്നിൽ. ഈ വർഷം ആദ്യ പകുതിയിൽ വാഹനാപകടങ്ങളിൽ 94 പേരാണ് മരിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 143 റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അപകടകരമായ ഡ്രൈവിംഗ് നിയന്ത്രിക്കുന്നതിനും ഫലപ്രദമായി സഹായിക്കുന്ന സ്മാർട്ട് സുരക്ഷാ ട്രാഫിക് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഭേദഗതി വരുത്തിയ ട്രാഫിക് നിയമമാണ് ഈ കുറവിന് പ്രധാന കാരണമെന്ന് വകുപ്പ് വിശദീകരിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. പാക് സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ട്. മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ ഗൂഢാലോചനയാണ് പഹൽഗാമിൽ നടന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നിർദ്ദേശാനുസരണം പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ലഷ്കർ ഇ തോയ്ബയും ചേർന്നാണ് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് റിപ്പോർട്ട്. വിവരം ചോർന്നു പോകാതിരിക്കാൻ കാശ്മീരി ഭീകരരെ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ആക്രമണം നടപ്പാക്കിയ ഭീകരവാദികളെല്ലാവരും പാകിസ്ഥാനികളായിരുന്നുവെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാദേശിക സഹായം തേടരുതെന്ന് ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നതായും റിപ്പോർട്ട് പറയുന്നു. പാക് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ആണെന്ന് സംശയിക്കുന്ന സുലൈമാനാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ലഷ്കർ ആസ്ഥാനമായ മുരുദ്കയിൽ ഇയാൾ പരിശീലനം നേടിയിരുന്നു. പഹൽഗാം ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് സുലൈമാൻ ത്രാൽ വനത്തിൽ നിന്ന് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2023 ഏപ്രിലിൽ പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലും സുലൈമാന് പങ്കുണ്ട്. തുടർന്നുള്ള 2 വർഷം ഇയാൾ ഒളിവിലായിരുന്നു. 2022 ജമ്മു മേഖലയിലെ നിയന്ത്രണ രേഖ കടന്ന് ഇയാൾ ഇന്ത്യയിലെത്തിയത്. സുലൈമാനോടൊപ്പം മറ്റ് 2 പാക് ഭീകരവാദികളും പഹൽഗാം ആക്രമണത്തിൽ പങ്കാളികളായി. എന്നാൽ ഇവരുടെ വിശദാംശങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല.
മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായിരുന്നു പഹൽഗാം ആക്രമണത്തിന്റെ ആസൂത്രണവും പരിശീലനവും നടപ്പാക്കലുമെന്നും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം തേടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കോടതിയിൽ. കപ്പൽ ഉടമകൾക്കെതിരായാണ് മത്സ്യത്തൊഴിലാളികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നഷ്ടപരിഹാരം സംബന്ധിച്ച് സർക്കാർ ഇതുവരെയും വ്യക്തത വരുത്താത്തതും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കേരള തീരത്തുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ. അത് വരുത്തിവെച്ച നഷ്ടങ്ങൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. MSC എൽസ 3 കപ്പൽ മുങ്ങുകയും വാൻഹായി 503 കപ്പൽ തീപിടിച്ച് കടലിൽ അമരുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങൾ സർക്കാർ തലത്തിൽ ഇപ്പോഴും ഗൗരവമായി എടുത്തിട്ടില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ. ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങിയപ്പോഴാണ് കപ്പൽ അപകടങ്ങൾ വരുത്തിവെച്ച ദുരിതങ്ങൾ തീരത്തറിഞ്ഞു തുടങ്ങിയത്. വള്ളക്കാർക്കും ഇൻബോർഡ് ബോട്ടുകൾക്കും ചാകരക്കോള് ലഭിക്കേണ്ട സമയം. പൊട്ടിപ്പോയ വലകളുമായി വെറും കൈയോടെ കണ്ണീരോടെ അവർ തീരത്തണഞ്ഞു. ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നർ പല ഭാഗത്തും ഒഴുകി ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗം തട്ടിയാണ് നമ്മുടെ ഈ വലയ്ക്ക് നഷ്ടം സംഭവിച്ചത്. അപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ച് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളിക്ക് ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട ഫിഷറി വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനും നിക്ഷിപ്തമായിരിക്കുക. തകർന്ന കപ്പലിലെ കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിന്റെ അടിത്തട്ടിലുണ്ട്. അവ നീക്കം ചെയ്തിട്ടില്ല. കപ്പലിൽ നിന്നും ഒഴുകി വന്ന സാധന സാമഗ്രികളിലും അവശിഷ്ടങ്ങളിലും കുരുങ്ങി വലകൾ കീറി നശിക്കുന്നു. കപ്പൽ അപകടങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് കോസ്റ്റൽ പോലീസിന് പരാതി നൽകി. പക്ഷേ ഫലമുണ്ടായില്ല. തകർന്ന കപ്പലുകളിലുണ്ടായിരുന്ന അസംസ്കൃത രാസവസ്തുക്കൾ, എണ്ണ, മറ്റ് ദ്രാവകങ്ങൾ എന്നിവ കേരളത്തിന്റെ തീരക്കടലിൽ മത്സ്യസമ്പത്ത് കുറയാനും കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലാണ് കപ്പൽ ഉടമകളിൽ നിന്നും നഷ്ടപരിഹാരം തേടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതുമൂലം പട്ടിണിയിലായ ഇവരുടെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കുമെന്നോ എന്ന് പരിഹരിക്കുമെന്നോ ഇവർക്കറിയില്ല. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ലോർഡ്സിൽ 3-ാം ടെസ്റ്റിനിടെ പരിക്കേറ്റ ഋഷഭ് പന്തിന് 4-ാം ടെസ്റ്റിൽ കളിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. 3-ാം ടെസ്റ്റിനിടെ വിരലിനേറ്റ പരിക്ക് അത്ര സാരമുള്ളതല്ലെന്നും ഗിൽ പറഞ്ഞു. വിക്കറ്റ് കീപ്പിംഗിനിടെ ഡൈവ് ചെയ്യുന്നതിനിടെയാണ് പന്തിന് പരിക്കേറ്റത്. വേദന കാരണം തുടർന്ന് ധ്രുവ് ജുറൽ ആണ് വിക്കറ്റ് കീപ്പിംഗ് ചുമതലകൾ ഏറ്റെടുത്തത്. പരിക്ക് ഗുരുതരമല്ലെന്നും ജൂലൈ 23-ന് ആരംഭിക്കുന്ന മാഞ്ചസ്റ്റർ ടെസ്റ്റിന് മുൻപ് പന്ത് സുഖം പ്രാപിക്കുമെന്നും ഗിൽ വാർത്താസമ്മേളനത്തിനിടെ വ്യക്തമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.